ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് പോർക്കിൻ്റെ ഒരു അടിപൊളി വിഭവവുമായിട്ടാണ്. എസ്പെഷ്യലി നമുക്ക് വീട്ടിലെന്തെങ്കിലും പാർട്ടി വയ്ക്കുകയോ അല്ലെ എന്തെങ്കിലും ഗസ്റ്റുകൾ വരികയൊക്കെ ആണെങ്കിൽ അവർക്ക് വെറൈറ്റി ആയിട്ട് പോർക്കിൻ്റെ ഒരു ഡിഷ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്ന. ഇന്ന് നമുക്ക് കുറച്ച് ചില്ലി പോർക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ ജസ്റ്റ് പീസാക്കി 2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ നുറുക്കിയിരിക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് 2 ബേ ലീഫ് കൂടി ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതിയാവും. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കാം. ഞാൻ ഏകദേശം ഇതുപോലെ നീട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചില്ലി പോർക്കിന് നമ്മൾ സാധാരണ നീട്ടത്തിലാണ് അരിഞ്ഞെടുക്കാറ്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ മുളക് പൊടിയും 3 സ്പൂൺ കാശ്മീരി ചില്ലിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 മുട്ടയും പിന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ മുട്ട ചേർത്ത് കൊടുക്കുന്നത് ആ മസാല നന്നായിട്ട് പോർക്കിലോട്ട് പിടിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്കും എല്ലാം നല്ല സെറ്റായിട്ടുണ്ടാവും. ഫൈനലി ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണേൽ നിങ്ങൾക്ക് ആദ്യം പൊടി ചേർക്കുമ്പോൾ തന്നെ ചേർക്കാവുന്നതായിരുന്നു. ഞാൻ പിന്നെ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട് അതിനൊരു കോട്ടിങ് പോലെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതൊരു പാനിലോട്ടിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. ഇത് 3 കിലോ ഉള്ളത് കൊണ്ട് ഞാൻ 2 തവണയായിട്ടാണ് വറുത്തെടുക്കുന്നത്. നമ്മളിതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വറുത്തെടുക്കുക. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിപ്പോൾ പയ്യെ കോരിയെടുക്കാം. ഇതിന് ഒത്തിരി എണ്ണയൊന്നും ആവശ്യം വന്നില്ല. കാരണം പോർക്കിൻ്റെ തന്നെ നെയ്യ് ഇറങ്ങിയത് കൊണ്ട് ആദ്യം ഒഴിച്ച എണ്ണയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റി. ഇനി ആ എണ്ണ കുറച്ച് ബാക്കിയും കൂടെ വന്നു. അത് കളയേണ്ട ആവശ്യമില്ല. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും സാമാന്യം നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ ചില്ലി പോർക്ക്, ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നീളത്തിലാണ് അരിഞ്ഞെടുക്കാറ്. കുറച്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുമ്പോൾ നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാനൊരു 4 സവാളയും അതുപോലെ തന്നെ ഒരു 3 ക്യാപ്സിക്കവുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒത്തിരി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് പയ്യെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും മസാല പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം ഏകദേശം പൊടികളൊക്കെ ചേർക്കാനുള്ള പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം.
നിങ്ങൾ ആദ്യം ആ പോർക്ക് വേവിക്കുമ്പോഴുള്ള വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുറച്ച് ഇപ്പം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ആ വെള്ളം ചേർത്ത് കൊടുത്തില്ല. നിങ്ങൾക്കത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കുറച്ച് ലിക്വിഡായിട്ട് കിട്ടണമെങ്കിൽ ആ വെള്ളം എടുത്ത് അങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലെ ചില്ലി പോർക്ക് മേടിക്കുമ്പോൾ അതിന് കുറച്ച് മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഷുഗറോ അല്ലെങ്കിൽ കുറച്ച് ഹണിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മധുരം കിട്ടും. ഞാനിവിടെ നല്ല ഹണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ആ വറുത്ത് വെച്ചിരിക്കുന്ന പോർക്കും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഓക്കെ ഗൈസ്, ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഓൾറെഡി ഇത് വെന്തിട്ടുള്ളത് കൊണ്ട് കൂടുതൽ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളകും സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ചില്ലി പോർക്കിൻ്റെ ഫൈനൽ അപ്പിയറൻസ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്തതിനെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.